നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവിനോട് എനിക്കൊരു ക്രഷ് തോന്നി എന്നുള്ളത് സത്യവാ. കുതിരയെ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മള് പെട്ടെന്നൊരു ദിവസം വടിയും കുത്തി വീണു പോകുമ്പോ പിടിച്ചു കെട്ടാൻ പറ്റിയൊരു ലായം. അവന്റെ തോളിന് അതിനുള്ള ബലമുണ്ട്. അത്രേ ഉള്ളടി അവൻ. അപ്പോ വിഷ്ണുവേട്ടൻ വിരലിൽ അണിയിക്കാനിരുന്ന മോതിരം എന്നെങ്കിലും വിഷ്ണുവേട്ടനെ കൊണ്ട് തന്നെ ഇടിയിപ്പിക്കുമെന്ന് പരസ്യമായി ശപഥം ചെയ്തതൊക്കെ അവനോടല്ല, എനിക്ക് ശാലിനിയോടായിരുന്നു പക. അവളുടെ ജീവിതം എനിക്ക് തകർക്കണമായിരുന്നു. ഞാൻ ഇങ്ങനെയായി തീരാനുള്ള കാരണം അവൾ ഒറ്റൊരാളാ. പക്ഷേ അവൾ ഇപ്പൊ ഇരിക്കുന്ന പദവി അതെന്റെ കൈയെത്തുന്നതിലും മേലെയാ. അങ്ങനെ വരുമ്പോ ബുദ്ധിയുള്ളവരെന്താ ചെയ്യുക? നമുക്കെത്താൻ പറ്റാത്ത ഗോപുരത്തിന്റെ അടിക്കല്ലിളക്കും. ഗോപുരം താനെ മൂക്കുകുത്തി നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് വീഴും. ആ അടിക്കല്ലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു. പക്ഷേ അതിനിടയിലേക്കാ നീ കയറി വന്നത്. ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. കുഴപ്പമില്ല, നീ ഉണ്ടാക്കിയ പ്രശ്നം നീയായിട്ട് തന്നെ പരിഹരിച്ചാ മതി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ശാലിനി, അവൾക്കൊരിക്കലും വിഷ്ണുവിനെ കിട്ടരുത്. എന്നേക്കുമായി രണ്ടുപേരും അകലണം. എന്താ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതിന് ഞാൻ എന്താ ചെയ്യാനാ? നിനക്ക് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നീ തന്നെ അത് ചെയ്യുകയും ചെയ്യും. ശാലിനി അടക്കം എല്ലാവരുടെയും കണ്ണിൽ നീ വിഷ്ണുവിന്റെ ഭാര്യ. എല്ലാ അർത്ഥത്തിലും എല്ലാം പരസ്പരം പങ്കുവെക്കേണ്ട ഭാര്യ. അതങ്ങനെ തന്നെ തുടർന്നാ മതി. അതിനിടയില് വിഷ്ണുവും ശാലിനിയും തമ്മിൽ ഒരിക്കലും അടുക്കാൻ സാധിക്കാത്തത്ര ചില സാഹചര്യങ്ങൾ നീ സൃഷ്ടിക്കണം. എല്ലാ അർത്ഥത്തിലും വിഷ്ണുവിന്റെ ഭാര്യ തന്നെയാണ് നീ എന്ന് നീ സ്ഥാപിക്കണം. മനസ്സും ശരീരവും ആത്മാവും കൊണ്ടെല്ലാം നീ വിഷ്ണുവിന്റേതായി കഴിഞ്ഞെന്ന് ശാലിനിക്ക് ബോധ്യപ്പെടണം. അതോടെ അവള് തകരും. ജീവനും ജീവിതവും എല്ലാം വെറുത്ത് ഏതെങ്കിലും കുളത്തിലോ കായലിലോ റെയിൽവേ ട്രാക്കിലോ തീരണം. ശാലിനി വിഷ്ണു IASന്റെ പടയോട്ടം. ഇത്രയും വലിയൊരു ചതി ഞാൻ ശാലിനിയോട് ചെയ്യണോ മധുശ്രീ? ചതിക്കാതിരിക്കാൻ അവൾ ആരാടി? നിന്റെ കുഞ്ഞമ്മയുടെ മോളോ? വിഷ്ണു വർണ്ണിച്ച് പൊലിപ്പിച്ച ശാലിനി എന്ന വിഗ്രഹത്തെ പറ്റി മാത്രമല്ലേ നിനക്കറിയൂ? ഈ IAS പട്ടമൊക്കെ കിട്ടുന്നതിന് മുൻപ് ഞാൻ അറിയുന്ന ശാലിനി എന്റെ ജീവിതം തകർത്തവളാ. എന്റെ കഥയിലെ വില്ലത്തി. ഇനി നിനക്ക് ശാലിനിയെ ചതിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ആരും ആരെയും ചതിക്കണ്ട. ഈ ലോകം സമത്വവും സുന്ദരവും സത്യമുള്ളതാവട്ടെ. നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ചതി ഞാൻ സത്യാമ്മയെ അറിയിക്കാം. മധുശ്രീ, ഒരൊറ്റ ഫോൺ കോളിന്റെ കാര്യമേ ഉള്ളൂ. സത്യാമ്മ തന്നെ നിന്റെ വീട്ടുകാരെയും ജയശങ്കറിനെയും ഒക്കെ വിളിച്ചോളും. സത്യാമ്മയുടെ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ നിന്റെ അവന്റെ കല്യാണം നടത്തിക്കൊള്ളും. മധുശ്രീ, വേണ്ട, പ്ലീസ് ചതിക്കരുത്. നീ ഇപ്പോ ഉപയോഗിച്ച വാക്കേതാ? ചതി അല്ലേ? ആരെങ്കിലും ചതിച്ചേ പറ്റുള്ളൂ കാർത്തികേ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ വലിയൊരു ചതിയില്ല. എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.